ഹലോ ഓൾ, എല്ലാവർക്കും MyPlusന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണക്റ്റഡ് ടു എംഗ്ലർ ആൻഡ് പ്രാൻറ്റി ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഓഫ് പ്ലാന്റ്സ്. അപ്പം ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു രീതിയിൽ ഡൗട്ട്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് നോക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് കേട്ടോ. ജിംനോസ്പേംസ് were considered to be primitive and hence they were placed before angiosperms. The monocotyledon were placed before dicotyledon. അല്ലേ? ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം ജിംനോസ്പേംസിനെ എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്ത് വെച്ചിരുന്നത്? പ്രിമിറ്റീവ് ആണെന്ന് കണ്ടുവെച്ചുകൊണ്ട് തന്നെ ഹെൻസ് ദേ വെർ പ്ലേസ്ഡ്. ആൻജിയോസ്പേംസിന് മുമ്പായിട്ട് തന്നെയാണ് പ്ലേസ് ചെയ്തത്. അതുപോലെ തന്നെ മോണോകോട്ടിലിഡൻ ഡൈകോട്ടിലിഡനെ പ്ലേസ്ഡ് ബിഫോർ ഡൈകോട്ടിലിഡൻ. കറക്റ്റ് ആണ്. ഡൈകോട്ടിലിഡൻ സ്റ്റാർട്ട് വിത്ത് ദ ഓർഡർ വെർട്ടിസിലാറ്റക് അല്ലെ. ഡൈകോട്ടിലിഡൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഏത് ഡൈകോട്ടിലിഡൻ സ്റ്റാർട്ട് വിത്ത് ഓർഡർ. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡർ ശരിയാണ്, എൻഡ് ചെയ്യുന്ന ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സോ രണ്ടാമത്തേത് തെറ്റാണ്. 3 നോക്കാം. മോണോകോട്ടിലിഡൻ സ്റ്റാർട്ട് വിത്ത് ഓർഡർ അല്ലെ. മോണോകോട്ടിലിഡൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓർഡർ പാന്റനീൽസ് ആണ്, എൻഡ് സെറ്റാമിനേസി ആണ്. അതുപോലെ തന്നെ ദേ ബിലീവ്ഡ് ദാറ്റ് ആൻജിയോസ്പേംസ് ആർ ഇവോൾവ്ഡ് ഇൻ എ പോളിഫൈലറ്റിക് മാനർ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊരു ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതിൽ ഈ സ്റ്റേറ്റ്മെന്റ്സുകളിൽ ചിലതൊക്കെ എന്താണ് പാർഷ്യലി കറക്റ്റും പാർഷ്യലി ഇൻകറക്റ്റും ഒക്കെ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനും ഒരു അങ്ങനെ നമുക്ക് ആക്യുറേറ്റ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. സോ 1 and 4 ആണ് നമ്മുടെ സ്കിൽ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ അത് ചേഞ്ച് ആവാം, അതൊരു സംശയമുള്ളതാണ്. ദെൻ അത് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പല ഓപ്ഷൻസും പാർഷ്യലി ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മിസ്റ്റേക്സുകളുടെ പേരിലൊക്കെ. അപ്പൊ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. സോ 1 ഉം 4 ഉം. സോറി, നെക്സ്റ്റ് എന്ന് പറയുന്നത് വിച്ച് അമോങ് ദ ഫോളോയിങ് സ്പീഷീസ് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ഓഫ് അരിക്കേസിയ. അരിക്കേസിയ ഫാമിലിയിലെ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള 4 പ്ലാന്റും അരിക്കേസിയയിലെയാണ്. എക്കണോമിക്കലി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കതിൽ ഓരോന്നിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കാം. അതായത് ഇലൈസിസ് ഗുവാനസ് അല്ലെ എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഓയിൽ പാം. ദിസ് പ്രൈമർലി ഗ്ലോബൽ സോഴ്സ് ഓഫ് പാം ഓയിൽ, പാം kernel oil, widely used in food, cosmetics, biofuels ഒക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പർനിക്ക സെറിഫെറ ആണ്, നോൺ ആസ് ദ ട്രീ ഓഫ് ലൈഫ് ഇൻ ബ്രസീൽ. അത് മെയിൻ ആയിട്ട് വാക്സ്, പോളിഷസ്, കോസ്മെറ്റിക്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. പിന്നെ മെട്രോസൈലോൺ റുംഫി ആണ് സാഗോപാം എന്നറിയപ്പെടുന്നത്. സാഗോ സ്റ്റാർച്ചിന്റെ മെയിൻ സോഴ്സ് ആണ്, ഫുഡിന്റെ സോഴ്സസ് ആണ്, ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെയും ഒക്കെ സോഴ്സസ് ആണ്. അതേപോലെയാണ് റോയൽ പാം എന്ന് പറയുന്നത് ഓർണമെന്റൽ ആണ്, ഓയില്, കൺസ്ട്രക്ഷൻസിനും ഒക്കെ യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 4 ഓപ്ഷൻസും അരിക്കേസിയ ഫാമിലിയിലെ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. 112 നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഫൗണ്ട് ഇൻ പ്ലാന്റ്സ്. സെക്കൻഡറി മെറ്റബോളൈറ്റ്സുമായിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എഗെയിൻ ഒരു 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾ ടെർപ്പൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം 6 കാർബൺ ഐസോപ്രീൻ യൂണിറ്റ്. എല്ലാ ടെർപ്പൻസും ഓൾ ടെർപ്പീൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം 6 കാർബൺ ആയിട്ടുള്ള ഐസോപ്രീൻ യൂണിറ്റിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ടെർപ്പീൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം 6 കാർബൺ ഐസോപ്രീൻ യൂണിറ്റ്. ദിസ് ഈസ് റോങ്. ഐസോപ്രീൻ അല്ലെ 5 കാർബൺസിനകത്ത് നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഡിറൈവ് ചെയ്യാറുണ്ട്. ഐസോപ്രീൻ യൂണിറ്റ്സ് ഡിറൈവ് ചെയ്തിരുന്നത് C5H8 ഉണ്ട്. അപ്പൊ 5 കാർബണിൽ നിന്നും ഡിറൈവ് ചെയ്യാറുണ്ട്. അപ്പൊ 6 കാർബണിൽ നിന്ന് മാത്രമല്ല 5 കാർബണിൽ നിന്നും ഡിറൈവ് ചെയ്യാറുണ്ട്. അത് ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ആൽക്കലോയിഡ്സ് ആർ ഇൻഡീഡ് നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് നൈട്രജൻ ഇസ് എ ടിപ്പിക്കൽ പാർട്ട് ഓഫ് ഹെറ്ററോസൈക്ലിക് റിംഗ്. കറക്റ്റ് ആണ്. ആൽക്കലോയിഡ്സ് ആർ ഇൻഡീഡ് നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ആൻഡ് നൈട്രജൻ ഇസ് ടിപ്പിക്കലി പാർട്ട് ഓഫ് ഹെറ്ററോസൈക്ലിക് റിംഗ്. ഇനി സ്റ്റേറ്റ്മെന്റ് 3 നോക്കാം. പൈറത്രീൻസ് ആർ നാച്ചുറൽ എസ്റ്റേഴ്സ് ഡിറൈവ്ഡ് ഫ്രം മോണോടെർപ്പനോയിഡ്സ്. സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് എന്താണ്? പൈറത്രീൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ എസ്റ്റേഴ്സ് ഡിറൈവ്ഡ് ഫ്രം മോണോടെർപ്പനോയിഡ്സ് ആണ്. ദേ ആർ ഫേമസ് ഫോർ ബീയിങ് പൊട്ടന്റ് നാച്ചുറൽ ഇൻസെക്ടിസൈഡ്സ് ഫൗണ്ട് ഇൻ എന്താണ്? ക്രൈസാന്തമസ് ഫ്ലവേഴ്സ്. അപ്പം സ്റ്റേറ്റ്മെന്റ് 3യും കറക്റ്റ് ആണ്.
നാച്ചുറൽ എസ്റ്റേഴ്സ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? മോണോടെർപ്പനോയിഡ്സിൽ നിന്നാണ്. ഇത് വളരെ സിമ്പിൾ ആണെന്ന് നോക്കിയാൽ മതി. സ്റ്റേറ്റ്മെന്റ് 1 6 കാർബണിൽ നിന്ന് മാത്രമല്ല ടെർപീൻസ് ഡിറൈവ് ചെയ്യുന്നത്, 5 കാർബണിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നുണ്ട്. ആൽക്കലോയിഡ്സ് എന്താണ്? നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. നൈട്രജൻ എന്ന് പറയുന്നത് ഹെറ്ററോസൈക്ലിക് റിംഗിലെ മെയിൻ ഭാഗമാണ്. കറക്റ്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് പൈറത്രിൻ എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ എസ്റ്റേഴ്സ് ആണ്. മോണോടെർപ്പനോയിഡ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 4 triterpenoid saponins are indeed characterized chemical markers for the family of Caryophyllaceae. correct. So ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കി 3 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. 113 നോക്കിയേ. ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് ഓഫ് ബേസൽ ആൻജിയോസ്പേംസ് കളക്റ്റീവ്ലി റെഫർ ടു ദി അനിറ്റ അല്ലെ അനിറ്റ ഗ്രേഡ് ഇൻ മോളിക്കുലാർ ഫൈലോജനി എന്നൊക്കെ അറിയപ്പെടുന്ന ഫാമിലീസ് ഏത്? AN അല്ലെ ITA കറക്റ്റ് ചെയ്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. In botanical classification regarding the APGA phylogeny group system, the Anita grade represent the most primitive lineages flowering plant. അല്ലെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റിനെയാണ് ANITA റെപ്രസെന്റ് ചെയ്യുന്നത്. അത് A എന്ന് പറയുന്നത് എന്താണ്? Amborellase ആണ്. represented by Amborella. It considered the most basal living angiosperm. അല്ലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൻജിയോസ്പേം പ്ലാന്റുകളാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ A എന്ന് പറയുന്നത് എന്താണ്? Amborellase ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. N എന്ന് പറയുന്നത് നിംഫെയിൽസ് വാട്ടർ ലില്ലി ഉൾപ്പെടുന്ന പ്ലാന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. I എന്ന് പറയുന്നത് ഇലിസിയൽസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. T എന്ന് പറയുന്നത് ട്രൈമെനിയേസിയ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആസ്ട്രോബേലിയൽസ് ആണ് എന്ന് പറയുന്നത് A എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ D ആണ് കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്ന മോസ്റ്റ് പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അനീറ്റ ANITA എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ. ഷെമാനിസ്റ്റിക് എത്തോമെഡിസിൻ ഓഫൺ ദ ന്യൂ വാല്യൂ പ്രൈമർലി റിലൈസ് ഓർഡർ. എന്താണ് ഷെമാനിസ്റ്റിക് എത്തോമെഡിസിൻ ഓഫൺ എന്ന് പറയുന്നത്? മെയിൻ ആയിട്ട് നമ്മൾ മെഡിസിൻ മാത്രമല്ല ഈ ഒരു മെത്തേഡിൽ എന്ത് ചെയ്യുന്നു? മെഡിസിനൊപ്പം നമ്മൾ പൂജകള്, കർമ്മങ്ങള്, അതായത് റിച്വൽ മെത്തേഡ്സും കൂടി യൂസ് ചെയ്യുന്നു അല്ലെ. റിച്വൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലിംഗ് ആണ് എന്ന് പറയുന്നത് ഷെമാനിസ്റ്റിക് എന്തോമെഡിസിൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്ത് ചെയ്യാണ്? ആ ഒരു ഹീലർ അല്ലെങ്കിൽ ഷെമാൻ എന്ന് വിളിക്കുന്ന ആള് എന്ത് ചെയ്യുന്നു? നേച്ചറും സ്പിരിച്വൽ വേൾഡ്സിന്റെയും ഇടയിലായിട്ട് അല്ലെ. നമ്മൾ ട്രീറ്റ്മെന്റ് മാത്രമല്ല ചെയ്യുന്നത്, നമ്മളെ സ്പിരിച്വലി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? വിശ്വാസം അല്ലെ, ബോഡി, സ്പിരിറ്റ്, മൈൻഡ്, ഈ വക വാല്യൂസ് ഒക്കെ വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഡയറക്റ്റ് മെഡിസിൻ ഒന്നും നമ്മുടെ ഒരു ഇംഗ്ലീഷ് മോഡേൺ മെഡിസിനിൽ ചെയ്യുന്ന പോലെയല്ല. ചില പൂജാവിധികളും റിച്വൽസും സ്പിരിച്വൽസും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടുള്ള മെഡിസിനൽ രീതിയാണ് ഏതെന്ന് പറയുന്നത്? ഷെമാനിസ്റ്റിക് എത്തനോമെഡിസിനൽ മെത്തേഡ് എന്ന് പറയുന്നത്. 115 നോക്കാം. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രൈമറി സെക്കൻഡറി ഫ്ലോയം ഇൻ പ്ലാന്റ്സ്. അല്ലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫ്ലോയത്തെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ട്? 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് അല്ലേ നമുക്ക് കണ്ടെത്തേണ്ടത്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടെത്തേണ്ടത്. So primary phloem is formed from procambium. Primary phloem procambium ആണ് എപ്പിക്കൽ മെരിസ്റ്റം. while secondary lateral മെരിസ്റ്റം അഥവാ വാസ്കുലാർ കേമ്പിയത്തിൽ നിന്നുമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കറക്റ്റ് ആണ്. പ്രൈമറി ഫ്ലോയം occurs towards periphery അല്ലെ. പ്രൈമറി ഫ്ലോയം എന്ത് ചെയ്യുന്നു? പെരിഫറിയിലാണ്. നോക്കിയത് നമുക്ക് നോക്കാം. In primary phloem, sieve tubes are shorter and wider. In secondary phloem, sieve tubes are longer and narrower. ഇപ്പൊ ഇതിനകത്തും ഒരു ചെറിയൊരു ഡൗട്ട്സ് വരാനുണ്ട്. അതായത് പ്രൈമറി ഫ്ലോയം പ്രോകേമ്പിയത്തിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സെക്കൻഡറി ഫ്ലോയം എന്ന് പറയുന്നത് വാസ്കുലാർ കേമ്പിയത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ പ്രൈമറി ഫ്ലോയം പെരിഫറി ആണ്, സെക്കൻഡറി ഫ്ലോയം ഇന്നറുമാണ്. അതും ഏകദേശം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. In primary phloem, the phloem fibers are fewer, restricted to outer part. Secondary phloem fibers are abundant, commonly occurs in patches or bands. ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഏകദേശം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഡെപ്തിൽ പറയുന്നില്ല. ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എന്താണ്? ഏകദേശം കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനും
വലിയ തെറ്റൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഓപ്ഷൻസിൽ 2 റോങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 116ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡ്യൂറിംഗ് പ്രിപ്പറേഷൻ ഓഫ് പ്ലാന്റ് ടിഷ്യൂ സെക്ഷൻ ഫോർ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പി ദ എംപഡിംഗ് മീഡിയം മസ്റ്റ് ബി വാട്ടർ സോല്യൂബിൾ. അല്ലെ, അപ്പൊ നിങ്ങൾ ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിക്ക് വേണ്ടിയിട്ട് ഒരു സെക്ഷൻ പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ അതിൽ എംപഡ് ചെയ്യുന്ന മീഡിയം വാട്ടർ സോല്യൂബിൾ ആയിരിക്കണം, നോൺ ഫ്ലൂറസെന്റ് ആയിരിക്കണം, പ്രിസർവിംഗ് നേറ്റീവ് ഫ്ലൂറോകോംസുകൾ. അല്ലെ, വിച്ച് എംപഡിംഗ് മീഡിയം, ഇതിനകത്ത് ഏത് എംപഡിംഗ് മീഡിയം ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്ലൂറസെൻസ് മൈക്രോസ്കോപ്പിയിലെ എംപഡിംഗ് മീഡിയം ഏതെന്നാ ചോദിച്ചിട്ടുള്ളത്. ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിയിൽ എംപഡിംഗ് മീഡിയം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? വാട്ടർ സോല്യൂബിൾ ആയിരിക്കണം. നിങ്ങളൊരു ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ എംപഡിംഗ് മീഡിയം എന്ന് പറയുന്നത് വാട്ടറിൽ സോല്യൂബിൾ ആയിരിക്കണം, നോൺ ഫ്ലൂറസെന്റ് ആയിരിക്കണം, ഡസ് നോട്ട് ഗ്ലോ അണ്ടർ ഫ്ലൂറസെന്റ്. അല്ലെ, ഫ്ലൂറസെന്റ് ലൈറ്റിൽ ഒരിക്കലും ഗ്ലോ ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ പ്രിസർവ് നാച്ചുറൽ ഫ്ലൂറോക്രോംസ്. അല്ലെ, ആ ടിഷ്യൂസിലുള്ള ഫ്ലൂറോക്രോമുകളെ പ്രിസർവ് ചെയ്യാനുള്ള കഴിവും വേണം. സോ ഗ്ലൈക്കോൾ മെഥാഗ്രലേറ്റ് എന്ന് പറയുന്നത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വാട്ടറിൽ എന്താണ്? സോലുബിൾ ആണ്, വാട്ടർ മിസിബിൾ, ഹൈഡ്രോഫിലിക് ആണ്. ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ബാക്ക്ഗ്രൗണ്ട്, ഫ്ലൂറസെൻസിൽ ബാക്ക്ഗ്രൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. പ്രിസർവ് നാച്ചുറൽ ഫ്ലൂറസെന്റ് മോളിക്യൂൾ, പ്ലാന്റ് ടിഷ്യൂസിലുള്ള നാച്ചുറൽ പ്ലാന്റ് ഫ്ലൂറസെന്റ് മോളിക്യൂളിനെ പ്രിസർവ് ചെയ്യുന്നുണ്ട്. തിൻ ഹൈ ക്വാളിറ്റി സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള പോളിസ്റ്റർ റെസിൻ നോട്ട് വാട്ടർ സൊല്യൂബിൾ ആണ്. അല്ലെ, ഫ്ലൂറസെൻസുമായിട്ട് ഇന്റർഫിയർ ചെയ്യും. സെലോയിഡിനാണെങ്കിലോ തിക്ക് സെക്ഷൻസിനാണ്, ഫ്ലൂറസെൻസിൽ ഐഡിയൽ അല്ല. എപ്പോക്സി എന്ന് പറയുന്നതോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ കുറേ അറിവുകൾ കിട്ടും. അല്ലെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഗ്ലൈക്കോൾ ആണ്. ബാക്കി പോളിസ്റ്റർ ആണെങ്കിൽ നോൺ വാട്ടർ സോല്യൂബിൾ ആയിരിക്കും. സെലോയിഡ് എന്ന് പറയുന്നത് ഫ്ലൂറസെന്റ് മൈക്രോസ്കോപ്പിയിൽ ഒരിക്കലും ഐഡിയൽ അല്ല, തിക്കായിട്ടുള്ള സെക്ഷൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എപ്പോക്സി എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലാണ് യൂസ് ചെയ്യുന്നത്. Again നോക്കാം. Canada balsam is widely used as mounting medium for permanent slides. അല്ലെ, കറക്റ്റ് അല്ലേ? Canada balsam നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൗണ്ടിങ് മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതിന് എന്താണ്? ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് ക്ലോസ്ലി മാച്ച്ഡ് ആണ്. അത് മാത്രമല്ല ഇമേജിന്റെ ക്ലാരിറ്റി കൂട്ടാനും സഹായിക്കുന്നു. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കാനഡ ബാൽസത്തിനെ മൗണ്ടിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ക്ലിയർ ആയോ? കാനഡ ബാൽസം എന്ത് ചെയ്യുന്നു? മൗണ്ടിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. കാരണം ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായിട്ട് വളരെ ക്ലോസ് ആണ്. അത് മാത്രമല്ല എൻഹാൻസ് ഇമേജ് ക്ലാരിറ്റി, അല്ലെ, ഇമേജിന്റെ ക്ലാരിറ്റി എൻഹാൻസ് ചെയ്യാനും സഹായിക്കുന്നു. 118 നോക്കാം. ഡ്യൂറിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി in the sample preparation, certain steps are specific to imaging technique. Which of the following procedure is unique to scanning electron microscopy and not necessary for transmission electron microscopy? സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്നതും എന്നാൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ നെസസറി അല്ലാത്തതുമായ ടെക്നിക്ക് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അൾട്രാ മൈക്രോട്ടോമി, ക്രിട്ടിക്കൽ പോയിന്റ് ഡ്രൈയിങ്, റെസിൻ എംബഡിംഗ്, ഹെവി മെറ്റൽ കോൺട്രാസ്റ്റിംഗ്. Critical point drying is a specific or necessary step for preparing biological sample for scanning electron microscope. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കാനിങ് മൈക്രോസ്കോപ്പ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സാമ്പിൾസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ലിക്വിഡ്സിനെ റിമൂവ് ചെയ്യണം. മാക്സിമം വാട്ടർ ലിക്വിഡിനെ റിമൂവ് ചെയ്യണം ബൈ ട്രാൻസിഷനിങ് ത്രൂ എ സ്റ്റേറ്റ് വെയർ ലിക്വിഡ് ആൻഡ് ഗ്യാസ് ആർ, അല്ലെ, ഇൻഡിസ്റ്റിങ്വിഷബിൾ ടു പ്രിവെന്റ് സർഫസ് ടെൻഷൻ ഫ്രം ഡാമേജിങ് ഡെലിക്കേറ്റ് 3-dimensional സ്ട്രക്ചർ. ആ ഒരു 3-dimensional സ്ട്രക്ചർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ വാട്ടറിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. അല്ലെ, സോ ആ ഒരു സ്റ്റെപ്പ് എവിടെ മാത്രമേ ഉള്ളൂ? സെമ്മിൽ മാത്രമേ ഉള്ളൂ. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലാണ് ചെയ്യുന്നത്. ടെമ്മിൽ അത് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. സോ ക്രിട്ടിക്കൽ പോയിന്റ് ഡ്രൈയിങ്, എക്സസ് ആയിട്ടുള്ള വാട്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്, ആ 3-dimensional സ്ട്രക്ചറിന് ലോസ് ഒന്നും ഉണ്ടാവാതെ അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. 119ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദ ഫാമിലീസ് എക്സിബിറ്റ് ചലാസോഗമി വെയർ ദ പോളൻ ട്യൂബ് എൻറ്റേഴ്സ് ദ എംബ്രിയോ സാക് ത്രൂ ചലാസ. അപ്പൊ എന്താ ചലാസോഗമി എന്ന് അറിയാം അല്ലെ? എന്താ ചലാസോഗമി എന്ന് പറഞ്ഞാൽ പോളൻ ട്യൂബ് എംബ്രിയോ സാക്കിലേക്ക് ചലാസൽ റീജിയൻ വഴി എൻട്രി ചെയ്യുന്നു. പോളൻ ട്യൂബ് എംബ്രിയോയിലേക്ക് ചലാസൽ റീജിയൻ വഴി എൻട്രി ചെയ്യുന്നു. അപ്പൊ ഇതിലെ ഏത് ഫാമിലിയിലാണ് ചലാസോഗമി കാണുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ
അല്ലെ? കാസ്യുവറിനേസിയയില് ക്ലാസിക് എക്സാമ്പിൾ ആണ്. അവിടെ പൊളൻ ട്യൂബ് ചെലാസൽ റീജിയൻ, മൈക്രോപൈലിന് പകരം ചെലാസൽ റീജിയനിലൂടെയാണ് പോകുന്നത്. ബെറ്റുലേസിയൻ മെമ്പേഴ്സും ചെലാസോഗമി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ജംഗ്ലൻഡീസിയയും എന്ത് ചെയ്യുന്നുണ്ട്, ചെലാസോഗമി കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 പേരും എന്ത് ചെയ്യുന്നുണ്ട്, ചെലാസോഗമി കാണിക്കുന്നുണ്ട്. അതായത് പോളൻ ട്യൂബ് എംബ്രിയോസാക്കിലേക്ക് ചെലാസൽ റീജിയൻ വഴിയാണ് എൻറ്റർ ചെയ്യുന്നത്. 120ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എൻഡോസ്പെർം ഹോസ്റ്റോറിയ. എൻഡോസ്പെർം ഹോസ്റ്റോറിയയെ കുറിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പെഷ്യലൈസ്ഡ് അബ്സോർബിറ്റീവ് സ്ട്രക്ചർ ആണ്, അബ്സോർപ്ഷൻ ഉള്ള സ്ട്രക്ചർ ആണ്. ഫൗണ്ട് കുക്കുർബിറ്റേസിയയിലും പ്രോട്ടിയേസിയയിലും അതേപോലെ യൂഫോബേസിയയിലും കാണാം. ഓർക്കിഡേസിയയിൽ ആബ്സെന്റ് ആണെന്ന് പറയാം. അപ്പൊ എന്തൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എൻഡോസ്പെർം ഹോസ്റ്റോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു അഗ്രസീവ് ഔട്ട്ഗ്രോത്ത് ആണ് അല്ലെ, എൻഡോസ്പെർമിൽ ഉണ്ടാവുന്ന ഒരു ഔട്ട്ഗ്രോത്ത് ആണ്. അത് മെയിൻ ആയിട്ട് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനായിട്ടാണ് അല്ലെ. സീഡ് ഡെവലപ്മെന്റിന്റെ സമയത്ത് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡോസ്പെർമിൽ ഉണ്ടാവുന്ന ഒരു ഔട്ട്ഗ്രോത്ത് ആണ് എൻഡോസ്പെർം ഹോസ്റ്റോറിയ എന്ന് പറയുന്നത്. ഇത് അബ്സോർബേറ്റീവ് സ്ട്രക്ചർ ആണ് അല്ലെ. എൻഡോസ്പെർം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ന്യൂട്രിയൻസ് സറൗണ്ടിങ് മെറ്റീരിയൽസിൽ നിന്നും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ. സോ അബ്സോർബേഷൻ ഫംഗ്ഷൻ അതിനുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഫൗണ്ട് ഇൻ കുക്കുർബിറ്റേസിയെ, കുക്കുർബിറ്റേസിയയിൽ കാണപ്പെടുന്നുണ്ട്, യൂഫോബേസിയയിൽ കാണപ്പെടുന്നുണ്ട്. പ്ലാന്റ് ഫാമിലീസ് വെൽ നോൺ അല്ലെ, ഹോസ്റ്റോറിയ ഉള്ളതിന് എക്സാമ്പിൾ ആണ് കുക്കുർബിറ്റേസിയെ, അതുപോലെ തന്നെ പ്രോട്ടിയേസിയയും യൂഫോബേസിയും ഒക്കെ. അതേപോലെ തന്നെ എന്താണ്, ഓർക്കിഡേസിയൻ മെമ്പേഴ്സിൽ ഇതെന്താണ്, ഈ ഒരു സ്ട്രക്ചർ ആബ്സെന്റ് ആണ്. സോ ദേ ആർ സ്പെഷ്യലൈസ്ഡ് അബ്സോർബേറ്റീവ് സ്ട്രക്ചർ ആണെന്നുള്ളത് കാര്യം എന്താണ്, ട്രൂ ആണ്. കുക്കുർബിറ്റേസിയ ഫാമിലിയിലും പ്രോട്ടിയേസിയയിലും യൂഫോബേസിയയിലും കാണുന്നു എന്നുള്ളത് ട്രൂ ആണ്. ഓർക്കിഡേസിയയിൽ ആബ്സെന്റ് ആണെന്നുള്ളതും ട്രൂ ആണ്. സോ ഈ പറഞ്ഞിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. നമ്മൾ ഏകദേശം ഈ കഴിഞ്ഞ സെറ്റ് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരു 2 വർഷം മുമ്പുള്ള പാറ്റേണിലല്ല ഇപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, നല്ല ഡെപ്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്